അകത്ത് കയറി തുടങ്ങിയില്ലല്ലോ. ബിഷപ്പിനെ ഒന്ന് കണ്ടിട്ട് പറ്റേ ഇവിടെ ഉണ്ട്. വരൂ സുബ്രഹ്മണ്യ. നമസ്കാരം. നമസ്കാരം. സുനിച്ചേട്ടൻ്റെ ഒരു സ്വപ്നമാണെന്നൊരു സഫലീകരിക്കാൻ പോകുന്നത്. അതെ, സുനിച്ചേട്ടൻ്റെ ഒരു കൂടെയുള്ള ഒരാളെന്ന നിലയിൽ പ്രസാദം എന്താണ് ചെയ്യുന്നത്? ശ്രുതിയായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ ട്രൂപ്പിൽ കൊച്ചിൻ ഗിന്നസിൽ 2 വർഷം ശ്രുതി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല വിദേശങ്ങളിലുള്ള ശ്രുതി ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നു, യൂറോപ്പിലൊക്കെ പോകുന്നു എന്നോടൊപ്പമാണ്. പിന്നെ ശ്രുതി 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇനി ഞാനൊരു ട്രൂപ്പിലുണ്ടാവില്ല, ഇനി ഞാൻ ഫ്രീലാൻസായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളികളുണ്ട് ശ്രുതിയുടെ, എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു വീട് വെക്കുന്നു എന്ന് പദ്ധതി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് സുബ്രഹ്മണ്യൻ ബോംബെ, അദ്ദേഹമാണ് കൈനീട്ടം തന്നത് 50,000 രൂപ. ഇദ്ദേഹം കല്യാൺ സുരേഷ്, ഇദ്ദേഹവും ഒരു 50,000 രൂപയുടെ സഹായം തന്നു. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് വീട് എൻ്റെ ഈ ഹൗസ് വാമിങ്ങിന് കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. അദ്ദേഹം ബോംബെയിൽ നിന്ന് എത്തിയതാണ്. ഞാനും പ്രസാദുമായിട്ട് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള റിലേഷൻ. പിന്നെ റെയിൽവേയിൽ ജോലി കിട്ടി, അങ്ങനെ ബോംബെയിൽ സെറ്റിലാണ്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രസാദ് പറയുമ്പോൾ പ്രസാദ് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറില്ല എന്താ കാര്യം, നമ്മളെ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കും. നല്ല കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യണമല്ലോ നമ്മളൊക്കെ. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ ആൾക്കാർ ഓടിക്കൂടും. നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ നമുക്കറിയാം വിഷമങ്ങളൊക്കെ, മനുഷ്യൻ്റെ വിഷമങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. 2 പേരും കൂടെ വന്നു, ഇവരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. സുനിച്ചേട്ടൻ്റെ സ്വപ്നമായിരുന്നല്ലോ ഒരു വീട്. അതെ, അത് എപ്പോഴെപ്പോഴും പറയും ഒരു വീടില്ല എന്ന് പറയുമായിരുന്നു പുള്ളി. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് വീട് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും ഒരാൾക്ക് ഇത്രയും മനോഹരമായൊരു വീട് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിലും വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം മനസ്സിന് സന്തോഷമുള്ളൊരു ദിവസം. താങ്ക് യു. ചേട്ടാ, എങ്ങനെയാണ് പെട്ടെന്ന് സുനിച്ചേട്ടനെ ഓർക്കുമ്പോൾ ടിനിച്ചേട്ടൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ ടിനിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട് ടിനിടോം. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഉണ്ട്. അപ്പോൾ പിന്നെ പ്രസാദേട്ടനെ വിളിച്ചു. പ്രസാദേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ ഒരു ഹെൽപ്പ്, ഒരു വീടല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് വീട് കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി കാണാം. അപ്പോൾ പ്രസാദേട്ടൻ വിളിച്ചു, ടിനിച്ചേട്ടൻ വിളിച്ചു. അപ്പോൾ സുരേഷ് വരണം, വീട് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അധികാലത്ത് 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ എറണാകുളത്ത് വന്നു. പ്രസാദേട്ടനെ പിക്ക് ചെയ്തു. അവിടെ നേരെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു. ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റുന്നു. പങ്കുചേരുക എന്നുള്ളത് മാത്രമേ. ഇതൊക്കെ ആയാലും ഫിറോസാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ടായിരുന്നു. എങ്കിലും ഇതിൽ ലീഡർഷിപ്പ് എടുക്കാനായിട്ട് ഒരാൾ വേണമല്ലോ. അദ്ദേഹവും ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നിന്നും എനിക്കൊന്ന് ഒരുപടി മുകളിലാണ്. കാരണം ഏറ്റവും നല്ല സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ല കുറഞ്ഞ ക്വാളിറ്റി സാധനമൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഓരോരുത്തരും കൈവച്ച് സഹായിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് ഐറ്റംസ് ഒരാൾ, സാനിറ്ററി ഒരാൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ ഇദ്ദേഹം തന്നെയാണ്, ഫിറോസാണ്. സംഘടനയുടെ ഒരു സംഭാവന ഇന്ന് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ ട്രഷറർ പ്രചോദ് വരുന്നുണ്ട്, എന്ന് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ബോംബെ